ഞാൻ ഫുഡൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നെ, എനിക്ക് വിശന്നിട്ട് എൻ്റെ പ്രാണമാണ്. വിശന്ന ഞാൻ എന്തും കടിച്ചു തിന്നാളാ. വാട്സപ്പ് കൂട്ടി പിന്നെ ഡയലോഗായി. രണ്ടാം പാർട്ടിലോട്ട് വരുമ്പോൾ ഒരു സംശയം, സുരേഷ് മാഞ്ഞാലി ഇവിടെ വെച്ചേ കുറെ അബദ്ധങ്ങൾ കാണിച്ചു ഈ നമ്മൾ അമേരിക്കയിൽ പോകാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്ലൈറ്റിൽ കയറിയാൽ അബദ്ധം, ഈ ഫ്ലൈറ്റ് യാത്രയിലൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ആ ഫ്ലൈറ്റ് യാത്ര ചോദിച്ചപ്പോഴാണ് ഒരു സംഭവം ഓർമ്മത്. ഞങ്ങൾ ഇവിടുന്ന് എന്താ പറയുക, ഫ്ലോറിഡക്ക് യാത്രയാണ്. ഒരു 3-3.5 മണിക്കൂറുണ്ട് ന്യൂയോർക്കിൽ നിന്ന് ഫ്ലോറിഡയിലേക്ക്. അപ്പം ഞങ്ങൾ യാത്ര ചെയ്യുന്നപ്പോൾ ഞാൻ കയറി ഇരുന്നപ്പോൾ 2 വെള്ളക്കാരെ നടക്കാം എനിക്ക് സീറ്റ്. അപ്പോൾ ബാക്കി അവരൊക്കെ പലയിടത്തും ബാക്കിലേക്ക് ഇരിക്കണം. ഞാനപ്പോൾ ഫ്രണ്ട് നടക്കായിരുന്നു. അപ്പോൾ ഉണ്ടപ്പൊക്കൊരു എൻ്റെ തൊട്ടപ്പുറത്ത് സൈഡിൽ ഇരിക്കണു. അപ്പോൾ ഓർഡർ എടുക്കാൻ നമ്മുടെ എയർ ഹോസ്റ്റസ് വന്നു ഫുഡ് എടുക്കാനായിട്ട്. ഒരു 12 മണിയായി. അപ്പോൾ പിന്നെ ലഞ്ച് ടൈമാണല്ലോ. അപ്പോൾ ലഞ്ചിൽ അവർ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ അവർ ഓർഡർ ചെയ്തു, എന്നോട് ഞാനും ഓർഡർ ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വെള്ളക്കാർ അത് തന്നെ ഈ സാധനം ബോർഡ് എടുത്ത് തിരിച്ചു. അതൊരു മാഗസിൻ എടുത്ത് അത് ഞാനും എടുത്ത്. ഇവരെന്താ ചെയ്യണമെന്ന് നോക്കണം, കാരണം നമുക്ക് പരിചയമില്ല അധികം. ഞാൻ ഇവർ ചെയ്യുന്നോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവർ അവിടെ എക്സ്ക്യൂസ് മീ സാർ മേ ഹെൽപ്പ് എന്തൊക്കെ ചോദിച്ചു. ഞാനപ്പോൾ എന്താ പറഞ്ഞു, അവർ ചോദിച്ചപ്പോൾ യു വാണ്ട് ഡു സംതിങ്. അപ്പോൾ ഞാൻ സെയിം തിങ് എന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇവർ പറഞ്ഞു കഴിഞ്ഞില്ല, ഞാനും പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ കിടക്കുക സാധനം കഴിക്കാം, ഇരിക്കട്ടെ. അപ്പോൾ അവർ മാഞ്ഞാലി ഞങ്ങൾ ഓർഡർ ചെയ്തു. എന്നതാടാ? ഞങ്ങൾ ബിരിയാണിയാ നിർത്താറായാലോ. ബിരിയാണി നാട്ടിൽ നിന്ന് വന്ന് തിന്ന് തീർന്നില്ലേ? ഇവിടുത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. നീ എന്നിട്ട് ഓർഡർ ചെയ്തത്? ഞാൻ ഇവന്മാർ പറഞ്ഞേക്കണതടാ. അവരെന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒരേ ബോട്ടിൽ വെള്ളം കൊണ്ട് തന്നു. എല്ലാവർക്കും ആദ്യം തന്നെ. അത് കഴിഞ്ഞ് നേരെ ഫുഡ് വന്ന് ബിരിയാണി കഴിച്ച്. അവർ ബിരിയാണി കഴിച്ച് തീർന്നിട്ട് എൻ്റെ സംഭവം വന്നിട്ടില്ല. അപ്പോൾ അവരെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്താ നീ എന്തൊന്ന് സ്പെഷ്യൽ ചെയ്ത് ആവോ ഇവരെന്തോ പറഞ്ഞിട്ട് എന്തായാലും സ്പെഷ്യലായിരിക്കുള്ളൂ ഇവരെ കൊടുക്കുന്ന ആൾക്കാർ. കാരണം നമുക്ക് മറ്റൊന്നും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ അവർക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കേൾച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് അറിയില്ല. എന്നിട്ട് വെച്ച് കാച്ചാണ് അവർ. അങ്ങനെ ചോദിച്ച് എയർ ഹോസ്റ്റസിന് വന്നപ്പോൾ ഉണ്ടപ്പോൾ വിളിച്ച് പുള്ളി എന്താ ഓർഡർ ചെയ്തതെന്ന് വെച്ച്. അപ്പോൾ അവർ പറഞ്ഞേക്കണതാ. എന്തുട്ടാ അവർ പറഞ്ഞാണ്? ഇവർ പറഞ്ഞത് ജസ്റ്റ് ഗ്രീൻ വാട്ടർ എന്നാ പറഞ്ഞാണ്. ഇത് നമുക്കറിയാം, എനിക്കും അതോ കിട്ടിയുള്ളൂ. ഞാൻ ഫുഡൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ പൊന്നെ, എനിക്ക് വിശന്നിട്ട് എൻ്റെ പ്രാണമാണ്. വിശന്ന ഞാൻ എന്തും കടിച്ചു തിന്നാളാ. വിശന്ന് പണ്ടാരടങ്ങിയിരുന്നപ്പോഴേ ഇവര് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവാറായി. എന്നിട്ട് പറയാ, നിന്നോട് പറഞ്ഞില്ലേ ഞങ്ങൾ മര്യാദക്ക് ബിരിയാണി കഴിക്കണമെന്ന്. ഇനി ഒന്നും ഇനി കിട്ടില്ല, അതേ ഞാൻ ബെൽറ്റ് കിട്ടരുതെന്ന് പറഞ്ഞ്. എൻ്റെ പൊന്നെ, അങ്ങനത്തെ ഒരു അബദ്ധം അങ്ങനെ വരണം. അതെന്താ നമ്മളെഴുതി ഇവരെന്തോ ഭയങ്കര സംഭവം സെയിം തിങ് അടിച്ചത്. പക്ഷെ അവര് ശരിക്കും അവർക്ക് ഗ്രീൻ വാട്ടർ മതി, അത് മതി എന്ന് പറഞ്ഞത്. ഞാൻ ഇവരുടെ അതും പറഞ്ഞേ അവരെഴുതി ഒരുമിച്ചുള്ള ആൾക്കാരെന്ന് എഴുതി. അങ്ങനെ പറ്റി. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടപ്പുക്രൂവിന്റെ പുസ്തകത്തില് ചെറിയ അതിന്റെ പുസ്തകത്തിന്റെ വലിയ ലോകം ചെറിയ മനുഷ്യനും അതില് ലാസ്റ്റ് 2 പേജ് സുരേഷ് മാഞ്ഞാലിയെ കുറിച്ചാണെന്ന് പറയുന്നു. അതെന്തായിരുന്നു സംഭവം? അത് എന്നെ കുറിച്ച് എൻ്റെ അമേരിക്കയിലെ അബദ്ധങ്ങൾ മൊത്തം എഴുതി വെച്ചിട്ടുണ്ടെന്ന് വേറെ ടീം വായിച്ചിട്ട് എന്നെ വിളിക്കുകയാണ്. ചിരിച്ചിട്ട് വിളിക്കുകയാണ് എന്നെ. മാഞ്ഞാലി നീ ഇത്രയും സംഭവം എന്ന് അറിഞ്ഞില്ല. എൻ്റെ നാട്ടിലുള്ളവൻ അവൻ ഈ പുസ്തകമേള നടക്കുന്നിടത്തൊക്കെ പോണ ആളാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞാണ് ഒരു പുസ്തകത്തിൽ ഞാനും വായിച്ചിട്ടില്ല അന്നാളിൽ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സാധനം വിളിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അബദ്ധങ്ങൾ മൊത്തം അതിലുണ്ട് എന്തായാലും. പിന്നെ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, വെടിക്കെട്ട് അബദ്ധങ്ങളാണ്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ പറയുക, സ്ഥലത്തിൻ്റെ പേരൊന്നും പറയാനില്ല, കാരണം പറഞ്ഞ ആൾക്കാർ തൊഴുവാനായിട്ട് ഇങ്ങനെ ഞാൻ ഈ ക്ഷേത്രത്തിൽ അങ്ങനെ അകത്തു നിന്ന് തൊഴുക, നമ്മുടെ പരിപാടിക്ക് പോകുമ്പോൾ അവിടെ നിൽക്കും. അതല്ലാണ്ട് തൊഴുത് ഉള്ള ശീലമില്ല. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കയറണം. ഞാൻ നേരെ കയറി പുഷ്പാഞ്ജലി അടിക്കാൻ സാധനങ്ങൾ മേടിച്ച്, എണ്ണ മേടിച്ച്, അപ്പോൾ ഒരു തേങ്ങ മേടിച്ച്, ശനി ഇത് അടിക്കാമല്ലോ. അപ്പോൾ ആ തേങ്ങ മേടിച്ച് കയ്യിൽ വെച്ച് ചെന്ന് എൻ്റെ അടുത്തുള്ള അമ്പലം കേട്ടോ, അമ്പലത്തിൻ്റെ പേര് പറയുന്നില്ല, അവിടെ പരിപാടി നടത്തിയിരുന്നു ഞാൻ. അപ്പോൾ അവിടെ നിർത്തി ചെന്ന് ഞാനിങ്ങനെ ഇത് കൊടുത്തിട്ട് ഞാൻ നേരെ ഗണപതിയുടെ അടുത്താണല്ലോ അടിക്കണത്. നേരെ കൊണ്ടു ചെന്ന് ഇതിങ്ങനെ നോക്കിയിട്ട് ഗണപതിനെ കാണാനില്ല. ചേട്ടാ, അപ്പോൾ ഗണപതി ഇരിക്കുന്നിടത്ത് വേറെ സംഭവങ്ങളൊക്കെ നവഗ്രഹങ്ങളൊക്കെ ഇരിക്കണേ. ഞാനപ്പോൾ ഇങ്ങനെ തപ്പിയിടുന്ന നോക്കുമ്പോൾ ഗണപതി ഈ അമ്പലത്തിൻ്റെ ചുറ്റിൽ ആ ഒരു കിളിവാതിലിരിക്കണേ. ഞാൻ വേഗം നോക്കിയപ്പോൾ കല്ല് കാണുമല്ലോ, നോക്കിയപ്പോൾ മൊത്തം കല്ല് നിരത്തിയേക്കാണ്, ഇങ്ങനെ ഈ ടൈല് പോലെ കല്ല്. ചേടാ, ഇത് അടിക്കണ കല്ലും കാണുന്നില്ല.
അപ്പം ഞാൻ കരുതി കാലത്തെ ഉള്ള ഇതായിരിക്കും എന്ന് കരുതി ഞാൻ ഗണപതിയുടെ മുന്നിലാണ് അടിക്കണത്. അപ്പോൾ ഞാൻ ആ തേങ്ങ കിടക്കും വലിയ തേങ്ങ ഒക്കെ എടുത്തതാ, എടുത്തിട്ട് കിണ്ണാൻ കൊടുത്തിട്ടുണ്ടല്ല, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അതേപോലെ ഞാനപ്പോൾ സന്തോഷിച്ചു, എൻ്റെ പൊന്നെ ഇങ്ങനെ പൊട്ടാന്ന് പറഞ്ഞാൽ അത്രയും നല്ല സുഖമായി എന്ന് പറയാ. അങ്ങനെ മനസ്സിൽ വിചാരിക്കണേക്ക് മുമ്പ് എല്ലാം തന്ത്രിയും അവിടുത്തെ കമ്മിറ്റിക്കാരും എല്ലാവരും ഓടി താനെന്ത് തോന്നിയോസരം കാണിച്ചതെന്ന് പറഞ്ഞിട്ട് എന്ത് നിന്നോട് അവിടെ തേങ്ങ അടിക്കാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു തേങ്ങ ഗണപതിയുടെ മുന്നിൽ അടിക്കണത്. ഗണപതിയല്ല, ഇവിടെ തേങ്ങ അടിക്കണത് ഞങ്ങളാ, പിന്നെ നീ അടിക്കണേ പോക്കരുതിനെ കാണിച്ചോണ്ട്. ഞാൻ പറഞ്ഞത് ശരി, ഇവിടെ ഞങ്ങളടിക്കണമെന്ന്. ഞാൻ പറഞ്ഞപ്പോൾ എന്താ വേണ്ടേ? നിന്നോട് തോന്നിയ ദിവസം നിൻ്റെ വീട് എവിടെ? ഞാൻ വീട് സ്ഥലം പറയാൻ നിന്നില്ല, കാരണം നമ്മൾ അടുത്താണല്ലോ, നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് പോയതാ. തേങ്ങ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾക്ക് തേങ്ങ അടിക്കാൻ ഞാൻ ഒരു അഞ്ചെണ്ണം മേടിച്ചെന്നാ പോരെ, മുട്ടാപ്പോക്കറിയാത് കയറിയിട്ടാന്ന് 5 തേങ്ങ മേടിച്ചെടുത്ത വിഷയം തീരില്ലേ? ഇത് നമ്മുടെ ശനി ദേശം നമ്മൾ അടിക്കേണ്ടത്. പിന്നെ അപ്പോഴാ എവിടെ പ്രാർത്ഥിക്കാൻ ചെന്നവരൊക്കെ ഓടാണ്ടാ ചിരിച്ചു വെച്ചു. ഇത് എനിക്ക് മനസ്സിലാവുള്ള. അപ്പോഴാണ് തന്ത്രി വരാണ്, തൻ്റെ വീട് എവിടെയാണ്? ഞാൻ പറഞ്ഞല്ല, എൻ്റെ വീട് ഇവിടെയാണ്. സ്ഥലം പേര് പറഞ്ഞില്ല. എന്ത് ഇവിടെ തേങ്ങ ഇവിടെ അകത്ത് മുട്ടാണ്, ഇപ്പം താന വെച്ചില്ലേ, അതിൻ്റെ കൂടെ തേങ്ങ കൂടിയും വെക്കണം. അപ്പം അത് മുട്ടിയിട്ട് ഇവിടെ അകത്താണ് മുട്ടണെന്ന്. ഇതെനിക്കറിയാൻ പാണ്ടായില്ല. എന്നെ നോക്കാണ്. പിന്നെ ഞാൻ അമ്പലത്തിൽ ഇതുവരെ കയറിയിട്ടില്ല, സത്യം പറഞ്ഞ. ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കളത്തില് മമ്മൂട്ടിയുടെ സൗണ്ട് എടുത്താൽ മമ്മൂട്ടിയെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ. അയ്യോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 2 ഓക്കെ, തീർച്ചയായിട്ടും. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ പിന്നെ നമുക്ക് പറയാൻ തന്നെ പറ്റില്ല, അത്രക്ക് ചരിത്ര പുരുഷനാണ്. അപ്പോൾ നമ്മുടെ മമ്മൂക്ക കൊച്ചുവഴി കൊച്ചല്ല, പക്ഷേ ബിലാൽ വഴി ബിലാൽ തന്നെ. എൻ്റെ ടീച്ചറമ്മനെ ആരെ കൊന്നെന്നറിയണം, ഓൻ ഏത് ഗർഭപാത്രത്തിൽ പോലും ഒളിച്ചാലും ഓനെ നമ്മൾ വെറുതെ വിടില്ല. അതാ ഈ ബിലാൽ. ചെന്ന് പറഞ്ഞേക്ക് ഓനോട്. സൂപ്പർ. താങ്ക് യു. വളരെ പെട്ടെന്ന് ഞാനിങ്ങനെ നമ്മൾ ഈ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അതെ. അപ്പോൾ അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം പെട്ടെന്ന് നമ്മുടെ ജാഫർ ഇടുക്കി. ജാഫർ ഇടുക്കി എന്നെ കുറിച്ച് ഞാനത് കണ്ടു കണ്ടല്ലേ? ഓക്കെ. അത് തന്നെ. അപ്പം എന്നോട് ഇതുപോലെ ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കണ്ടപ്പോൾ എന്നെ കുറിച്ച് പറഞ്ഞ ഡയലോഗ് എന്ന് പറയാം. എന്നാ പറയാനെ ചേട്ടാ, ഈ സുരേഷ് മാഞ്ഞാലി ഉണ്ടല്ല, നമ്മൾ മാഞ്ഞാലിയുടെ NF വർഗീസ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചത്. അവന് മാഞ്ഞാലിയുണ്ട് പാവം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ എന്നാ പറയാനടാവേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാവേ, വെറുതെ ചുമ്മാ ഇരുന്നിട്ട് അല്ല എന്നാലേ. അടിപൊളി. അപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ. ഇതിനും സാമീപ്യം വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ ശബ്ദം എടുക്കുക എന്നുള്ളതൊരു മിമിക്രി കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് വരും. നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഈ സന്ദർഭത്തിൽ ഇങ്ങോട്ട് കയറി വന്നാൽ എങ്ങനെയായിരിക്കും? വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ സന്ദീപിയുടെ സംസ്ഥാന സെക്രട്ടറി എന്നതിൽ ഞാനങ്ങനെ ഒന്നും പറയാനില്ലെങ്കിലും നമ്മുടെ കേരളത്തിൻ്റെ സമൂഹത്തിന് നന്മ വേണ്ടി ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസം. പുള്ളി പറയണത് ഒന്നും തിരിയില്ല, ഏതെങ്കിലും ചിലത് മാത്രമേ അല്ലേ? അതുപോലെ തന്നെ ഇപ്പം കൃത്യമായി അങ്ങനെ തന്നെ പറയുന്നു. പിന്നെ ഈ കാസറ്റുകളും ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും ഇപ്പം അമേരിക്കയിൽ കുറച്ച് വർഷം അവിടെ സ്റ്റക്കായി കുറേ പ്രോഗ്രാമുകൾ ചെയ്തു. അവിടെ ആ സമയത്ത് നമ്മുടെ ബാലേട്ടനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ബാലേട്ടനൊക്കെ ചേർന്ന് പ്രോഗ്രാമൊക്കെ ചെയ്തു. പിന്നെ ആ അമേരിക്കൻ അനുഭവങ്ങൾ എങ്ങനെ കാണുന്നു? അമേരിക്കയിലെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറഞ്ഞിട്ടും അബദ്ധങ്ങളുടെ കൂമ്പാരമായിരുന്നു. ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങി പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്കറിയില്ല 6 മണിക്കൂറൊക്കെ യാത്രയുള്ളൂ കാലിഫോർണിയയിലൊക്കെ. അപ്പോൾ പ്രോഗ്രാം ഇപ്പോൾ നാളെ പരിപാടി ഇന്ന് അവിടെ നിന്ന് കയറും. അപ്പോൾ അങ്ങനെ ഒരിക്കൽ കയറിയപ്പോൾ നമ്മുടെ ഈ ഫ്ലൈറ്റിൽ ഇരുന്നുറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ അതിനു മുമ്പ് ഞാനിങ്ങനെ പോയപ്പോൾ എന്നോട് ഒരു ഡോളർ രാജു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ എനിക്കൊരു നോവൽ വായിക്കാൻ തന്നു. എന്നോട് ഒരു മാഞ്ഞാലി ഒരു നോവൽ എൻ്റെ ഉണ്ട് പുതിയത്, നീ ഇത് വായിച്ചിരുന്നിട്ട് എനിക്ക് അഭിപ്രായം പറയണം തിരിച്ചു വരുമ്പോൾ. കാരണം മണിക്കൂറോളം യാത്രകളല്ലേ. അപ്പോൾ എനിക്കറിയില്ല എത്ര മണിക്കൂർ യാത്ര ഉണ്ടെന്ന് തോന്നും. അപ്പോൾ ഞാനും അവർക്കെല്ലാം അറിയുള്ളൂ. എനിക്ക് ഈ നോവൽ തന്ന് ഞാനപ്പോൾ എല്ലാ സാധനം എൻ്റെ ലഗേജ് പോയി ഇത് മാത്രം ഞാൻ ചെറിയ ബാഗിൽ പിടിച്ചേക്കണം. നേരെ കയറി ചെന്ന് ഒക്കെ ഇത് കഴിഞ്ഞ് ഇമിഗ്രേഷൻ്റെ സംഭവത്തിൽ കയറി കഴിഞ്ഞപ്പോൾ
എന്നെ വിളിച്ചുകൊണ്ട് പോയി പോലീസ്. അപ്പോൾ ഞാൻ കരുതി എന്തോ നമ്മളെന്താ അറിയാം സ്പെഷ്യൽ സ്ഥലത്ത് വഴിക്കൂടെ കൊണ്ടുപോകാൻ നേരത്തെ കൊണ്ടുപോയി. അപ്പോൾ എക്സ്ക്യൂസ് മീ സാർ, യു കു ടേക്ക് ദ എവറിത്തിങ്, ഓക്കെ, വാലറ്റ് ആൻഡ് എവറിത്തിങ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഒക്കെ ഊരി വെച്ചു എല്ലാം. ഇതുപോലെ അവർ പറഞ്ഞു വിട്ടു തന്നെ സാധനമൊക്കെ ഊരി വെച്ച്. ടേക്ക് ദിസ് ബുക്ക് സംതിങ് സൈഡ്. ഞാൻ പറഞ്ഞു എൻ്റെ ഓക്കെ. അതെടുത്തു, ഓപ്പൺ. ബുക്ക് മറിച്ചപ്പോൾ ചേടാ അപ്പോഴല്ലേ കാണുന്നത് ഇതിൻ്റെ ഉള്ളിൽ പേജ് ക്ലോസ് ചെയ്ത് വെക്കണ സാധനം ഉണ്ടല്ലോ, നമ്മളെന്തെങ്കിലും വെക്കുമല്ലോ വായിച്ച് കണ്ടിട്ട് പിന്നെ ബാക്കി നാളെ വായിക്കാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു വസ്തി കഷ്ടം ഇരിക്കണ്. ഷേൻ ബ്ലേഡ് പോലെ ഇരിക്കുകയാണ് ഇങ്ങനെ, ഒരു കത്തിര അത്ര പോലെ. അയ്യോ വാട്ട് ഇസ് നൈഫ് റൈറ്റ്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. വാട്ട്? എൻ്റെ സാധനം എനിക്കറിയില്ല എന്ന് ചോദിച്ചപ്പോൾ അവനോട് ഇങ്ങനെ വാട്ട്സപ്പ് എഫ് കൂട്ടി പിന്നെ ഡയലോഗായി. ഞാനപ്പോൾ അയ്യോ അത് ഞാൻ പറഞ്ഞത് ദിസ് ഇത് ഐ ഡോണ്ട് നോ, ദിസ് മൈ ഫ്രണ്ട് ഈസ് ഗീവ് ഇറ്റ് ദിസ് ടു ജസ്റ്റ് റീഡിങ് ദിസ് സംതിങ് നോവൽ സംതിങ് യുനോ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഓക്കെ യു ഫ്രണ്ട് യാ സംബഡി ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ്. അപ്പോൾ യു കോൾ ദ യു ഫ്രണ്ട്. അപ്പം തന്നെ ഞാൻ വിളിച്ച് രാവിലെ ചോദിച്ചാൽ അപ്പോൾ വേറെ സ്റ്റേറ്റിലാണ് പുള്ളി വിളിച്ച് വേഗം കിട്ടി ഭാഗ്യത്തിന്. അപ്പോൾ രാജാ അതേ നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചാൽ എന്ത് ഇതിനുള്ളൊരു കത്തിയൊക്കെ എടുത്ത് വെച്ചാൽ കാണാം എന്തിന് ആ പുസ്തകത്തിൽ എന്തൊരു വസ്തി രാഷ്ട്രം എന്ത് പരിപാടി കാണിച്ചാൽ എന്നോട് പൊക്കിയേക്കാണ് കേട്ടാ. ഈ തോക്കെടുത്ത് എപ്പോഴാണ് വെക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഗിവ് അറ്റ് ഓക്കെ വേഗം പുള്ളി കൊടുത്ത് പുള്ളി സംസാരിച്ചു. അവർക്ക് ഇംഗ്ലീഷ് പിന്നെ പച്ചവെള്ളം അറിയാലോ. വേഗം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായ കാര്യം ഇത് ഞാൻ ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ ഒരു കോമഡി ആർട്ടിസ്റ്റാണ്, ആക്ടറാണ്, സിംഗറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് അപ്പം എന്നെ നോക്കും ഓ യു ആർട്ടിസ്റ്റ്. ഞാൻ പറയാ ഓ അപ്പോൾ സമാധാനമായി. അപ്പോൾ അങ്ങനെ വെച്ച് നേരെ ഈ സാധനം പിടിച്ചോളം എടുത്ത് കളഞ്ഞിട്ട് പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ എറിഞ്ഞത് ഇതാ ഈ ബുക്കാ നോവല് പുല്ല് നോവലെന്ന് പറഞ്ഞ് മനുഷ്യരെ ചിറ്റിക്കാൻ എവിടെ ചെന്നാലും ഇതന്നെയുള്ളൂ തരുന്നുണ്ട്. അങ്ങനെ എന്നിട്ടാണ് ഇടയ്ക്കറിയപ്പോയത് ഞാൻ സ്ഥലം എത്തിയെന്ന് കരുതിട്ടേ ഞാനെത്തി വിളിക്കാണ് കമ്മിറ്റിക്കാരെ. ഹലോ ആ മഞ്ഞളി എത്തിയാ പിന്നെ ഞാനെത്തി. നിങ്ങൾ ഏത് ഫ്ലൈറ്റ് വന്നേ? ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ടിക്കറ്റ് എടുത്ത ആൾക്കാർ, ഞാൻ അവിടെ എത്തി. ആണോ? അങ്ങനെ എത്താൻ വഴിയില്ലല്ലോ. ഓക്കെ എത്തി ദേ ഒരു 20 മിനിറ്റിനുള്ളിൽ ഞങ്ങളെത്തും. ഓക്കെ എവിടെ നിന്ന് മാഞ്ഞാൽ 7-ലാണ് കേട്ടോ ടെർമിനൽ. ഓക്കെ അവിടെ ലഗേജ് വരുമ്പോൾ ലഗേജൊക്കെ എടുത്തിട്ട് പുറത്ത് നിന്നോ ഓക്കെ ദേവനെന്ന് പറഞ്ഞ്. ഞാൻ പോയി സെവൻത്തിൽ ഇറങ്ങി ചെന്ന് ഇപ്പോൾ പെട്ടികളൊക്കെ കിടന്നിങ്ങനെ വന്ന് കറങ്ങിയിട്ട് എൻ്റെ ലഗേജ് കാണുന്നില്ല. ചേട്ടാ ലഗേജ് ഇങ്ങനെ കാണാൻ തപ്പി കിടന്നപ്പോൾ എൻ്റെ കാണുന്നില്ല. അപ്പം ഞാനപ്പോൾ ചെന്ന് ഈ ബോർഡിംഗ് പാസിൻ്റെ അടുത്തുണ്ടല്ലോ, അപ്പോൾ ഒരു കറമ്പി വെക്കണം. കറമ്പികൾക്ക് പിന്നെ നമ്മളും കറമ്പറായതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് അവർക്ക്. അപ്പം ഞാൻ ചെന്ന് ഹായ് മാം മൈ ലഗേജ് ഡോട്ട് കമ്മി എന്ന് പറയും. വാട്ട് വിച്ചുപെട്ടി ബോക്സ് എന്ന് പറഞ്ഞു ദിസ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ബാഗിന് പെട്ടിനെ പോലെ പറഞ്ഞാൽ ഓടിക്കിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ആ സെയിം ആണെന്ന് പറഞ്ഞ്. അവൾ നോക്കിയിട്ട് എൻ്റെ ബോഡി മാസം വെച്ചിട്ട് നോക്കിയിട്ട് അതല്ല. അപ്പോഴാണ് ഇവിടെ പറയണത് നിങ്ങൾ രസം കേൾക്കുക അവളുടെ കൊടുക്കണക്ക് മുമ്പ്. അപ്പോൾ പുള്ളി എത്തി, അതാണ് രസം. പുള്ളി ഇവിടെ എയർപോർട്ടിലെത്തി വേഗം എത്തി. അതെ. അപ്പം ഞാൻ എന്നെ എവിടെ ഉണ്ട് മഞ്ഞളി? ഞാൻ 7th എടുക്കണ് പെട്ടി നോക്കിയിരിക്കുകയാണ്. ഞങ്ങൾ എത്തിയേക്കണ് ദേ ഒരു വോൾവോ ബസ് ഉണ്ട്. കണ്ടു വോൾവോ ബസ് കണ്ടു. എന്നാൽ അതിൻ്റെ അടുത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഞാനപ്പോൾ വോൾവോ ബസിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ നിങ്ങളെവിടെ? എൻ്റെ വണ്ടി കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ശരിക്കും എവിടെയത്? നിങ്ങൾ 7th അല്ല. ഞാൻ പറഞ്ഞു നോക്കിയപ്പോൾ 4th എന്ന് പറഞ്ഞ്. നിങ്ങളെന്ത് പരിപാടി കാണിക്കണം, നിങ്ങൾ 7th പറഞ്ഞ്. അങ്ങനെ നേരെ കയറി 7th കയറി ചെന്ന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇല്ല, സംഭവം പറഞ്ഞപ്പോൾ ഇല്ല, വണ്ടിയും കാണില്ല, ഒന്നും കാണില്ല. അപ്പോൾ നിങ്ങൾ ആ ബോഡി മാസ് കറമ്പിയെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ കൊടുത്തത്. അപ്പിന്ന് പറഞ്ഞാൽ ഓ വാർത്ത എഫും കൂട്ടി ഡയലോഗായി. വേഗം എന്നോട് പറഞ്ഞ് ദിസ് നോട്ട് കാലിഫോർണിയ മാൻ, ദിസ് ഡെൻവർ യുനോ എന്ന് പറഞ്ഞ്. അല്ലല്ല ഇനിയോണെന്ന് 3 hour ട്രാവലിംഗ് ഉണ്ട്, 3 മണിക്കൂർ ഇനി അങ്ങോട്ടുണ്ട്. ഇതെനിക്കറിയില്ലായിരുന്നു എന്ന് പറയേണ്ടവർ. 6 മണിക്കൂർ വ്യത്യാസമുണ്ട് ന്യൂയോർക്കും ഈ കാലിഫോർണിയ ആയിട്ട്. നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പോകണം. ഞാനും എഴുന്നേറ്റ് എൻ്റെ ബാഗ് കൊടുത്ത് പുറയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. അവിടെ ഒരുപാട് പേര് ഇരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് പോയി. പിന്നെ വെളുപ്പിന് 3 മണിക്കായിട്ടായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ പറഞ്ഞ് മാറിപ്പോയി, സോറി ഷൈപ്പിടാ. അതായത് നല്ല പരിപാടിയായത് ഭാഗ്യമായി. അത് കാരണം കുഴപ്പമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ വണ്ടി അവിടുന്ന് പിറ്റേ ദിവസം ചെന്ന് വേറെ ഫ്ലൈറ്റിൽ ഇനി ചെന്ന് അവിടെ ഇറങ്ങി. അപ്പം നല്ല അബദ്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. അയ്യോ അവിടെ ചെന്ന സത്യത്തിൽ ഇങ്ങനെയാണെങ്കിൽ പറഞ്ഞാലും തീരാത്ത അത്ര തന്നെ ഉണ്ട്. തീരാത്ത അബദ്ധങ്ങളാ. അത് കഴിഞ്ഞ് നേരെ അവിടുത്തെ 8 വർഷത്തെ ഇത് മതിയാക്കി നമ്മൾ നാട്ടിലേക്ക് എത്തുന്നു.
നാട്ടിലേക്ക് എത്തി. നാട്ടിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാം, ലോഹിദാസ് സാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒരു മാസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ലോഹിത് സാർ ഇങ്ങനെ മണിയുടെ കഥകളും എൻ്റെ കഥകളൊക്കെ ഇങ്ങനെ പരിപാടി സ്ഥലത്തൊക്കെ ഒരുമിച്ച് കണ്ട്, അപ്പോൾ മണിയുടെ ഞാൻ വാസന്തി ലക്ഷ്മിയൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് കേട്ട് അങ്ങനെ സംഭവിച്ചിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് പുതിയ പടത്തിൽ ലാലേട്ടനെ വെച്ച് എഴുതുന്ന പുതിയ പടം. ആ പടത്തിൽ എനിക്ക് നല്ലൊരു വേഷം, കൊല്ലൻ്റെ വേഷം എഴുതി പുള്ളി. അപ്പം എന്നെ ക്ഷണിച്ചു പടം തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു മാസം നേരത്തെ ചെല്ലാൻ എഴുതി അങ്ങനെ നാട്ടിലേക്ക് പോന്ന്. ആ സിനിമ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണതിനിടക്കാണ് അദ്ദേഹം മരിച്ചു പോയത്. അദ്ദേഹം എന്താ പറയുക, അത് വല്ലാത്തൊരു നഷ്ടമായിപ്പോയി. അപ്പോൾ അത് കാരണം എന്താ പറയുക, എൻ്റെ കൂടെ നടന്നവരൊക്കെ നടന്മാരാണ്. മലയാള സിനിമയിൽ എൻ്റെ കൂടെ നടന്നവരാണ് ഒരുപാട് പേര് എൻ്റെ കൂടെ പരിപാടി ചെയ്തതിനാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ദിലീപേട്ടനായാലും അതുപോലെ നാദിർഷക്ക, അബീക്ക, എല്ലാവരും നമ്മുടെ ധർമ്മജനൊക്കെ. അപ്പോൾ അവരൊക്കെ ഒന്ന് വലിയ തിരക്കുള്ളവരാണ്. അപ്പോൾ നമ്മളങ്ങനെ നഷ്ടമായി. ഇപ്പം കുറച്ച് പടങ്ങൾ അതെ ഇപ്പൊ റിലീസ് ചെയ്ത ഇംഗ്ലീഷ് സിനിമകൾക്ക് അഭിനയിച്ചു എന്ന് പറഞ്ഞത്. അത് ഈ പറഞ്ഞ ഈ ബുക്ക് വായിക്കാൻ തന്ന ഡോളർ രാജു പുള്ളിയുടെ പുതിയ പടം ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ അടുത്ത്. അതിപ്പോൾ OTT ഓടുന്നുണ്ട്. ലവ് ഫോർ സെയിൽ, അതിൽ എസ്സേയാണ്. ഇംഗ്ലീഷ് പടം അണ്ടർ ദ സ്കൈ എന്ന് പറഞ്ഞിട്ട് ആ പടത്തിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ഒരു കർമ്മൻ്റെ വേഷം. പിന്നെ അതാകുമ്പോൾ നമുക്ക് വേറെ മേക്കപ്പ് ഒന്നും വേണ്ടി വന്നില്ല. അവരും മേക്കപ്പ് നമ്മൾ നായകൻ തന്നെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒറ്റ ടേക്കിൽ പോവാണ്. മറ്റവർ തെറ്റിച്ച് പണ്ടാറാണ്. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഇത് ഇവനേതാണ്, മെയിൻ ആക്ടറാണോ എന്ന് അവർ നായകൻ ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അനുഭവമുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു പടം എഴുതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ എന്തായാലും ഒരു 20 സീൻ കൂടി എഴുതാനുള്ളൂ. മലയാള സിനിമയിൽ ഒട്ടുമിക്കലുണ്ട്. ആദ്യത്തെ കഥ തിരക്കഥ അപ്പോൾ എൻ്റെയാണ്. അപ്പോൾ അതിൽ ഒട്ടുമിക്കലുണ്ട് നടന്മാർ. 7ാം ക്ലാസ്സും MA കാരനും പടത്തിൻ്റെ പേര്. നായിക അങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല, അതെങ്ങനെയാണ്. അപ്പോൾ കഥ പറഞ്ഞാൽ പിന്നെ പടം കാണണ്ടായിരുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും വരുമ്പോൾ ജനുവരിയിൽ ഷൂട്ട് ആരംഭിക്കും. ഞാനും അതിലൊരു ത്രൂ ഔട്ട് വേഷം ചെയ്യണത്. ഇതിങ്ങനെ സംഭവിച്ചു ഇതാ. ഞാൻ ചാൻസ് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ നടൻ പറയാണ്, നിനക്ക് എഴുതാൻ കഴിവുണ്ടല്ലോടാ, നീ ഒരാളെ എഴുത്, ഞങ്ങളൊക്കെ വന്ന് സഹായിക്കാം അഭിനയിച്ച്. ഓക്കെ, നിനക്ക് നല്ലൊരു വേഷം തിരഞ്ഞെടുക്കുന്നത് എന്നാലോചിച്ച് നോക്കി. അവൻ പ്രൊഡ്യൂസറും വലിയ നടനോ, പേര് പറയില്ല, പേര് ചോദിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയാണ് എഴുതി. അപ്പോൾ ഏതായാലും എൻ്റെ ഒരു അനുഭവമാണ് സിനിമ, എൻ്റെ അനുഭവങ്ങളാണ് അബദ്ധങ്ങൾ. അപ്പോൾ സിനിമയും അതാണ്. അപ്പോൾ ലോധി സാറ് പറഞ്ഞു നമ്മുടെ അനുഭവമായിരിക്കണം സിനിമയെന്ന്. അദ്ദേഹമാണ് ക്ലാസ് എടുത്തത്. എപ്പോഴും ഒന്നും ഇങ്ങനെ കയറി ചാനലിൽ വരരുത്. അതായത് ഞാൻ അധികം വിളിക്കുമ്പോൾ ഒന്നും പോവില്ല. മീൻസ് ഇങ്ങനെ കോമഡി കളിക്കാനും ഇങ്ങനെ കളിക്കണം. നല്ല ഡയറക്ടേഴ്സ് ഇത് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സ്ക്രീനിൽ ബിഗ് സ്ക്രീനിൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് ഇങ്ങനെ നിൽക്കണ്. കുറേ പടങ്ങളുണ്ട്. സന്തോഷം, തമിഴ് പടവും അത് കൂടി പറഞ്ഞു വെച്ചാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് 2026. അതുപോലെ തന്നെ ഇപ്പോൾ അത് സിനിമയുടെ ഇതിൽ പോകുന്നു. നമ്മുടെ ഇപ്പോൾ ഗൾഫിൽ വന്നു, അതുപോലെ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകാനുള്ള പ്ലാനുകളുണ്ട്. അതെ ഇനി സിംഗപ്പൂരുണ്ട്. സിംഗപ്പൂരാണ് നെക്സ്റ്റ് പോകുന്നത്. അപ്പൊ ഇത് കാണുന്ന പലർക്കും ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ സുരേഷ് മാഞ്ഞാലിയ ഇത്രയും അബദ്ധങ്ങളും ഒരുപാട് നല്ല കലാകാരനാണ്, അപ്പൊ എന്തുകൊണ്ട് നമ്മളടുത്തേക്ക് എത്തിച്ചുകൂടാ? അങ്ങനെയാണെങ്കിൽ അവരെ എങ്ങനെയാണ് സുരേഷ് മാഞ്ഞാലിയുടെ അടുത്തേക്ക് എത്താനുള്ള മാർഗം? കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ഈ കൊടുക്കാം. എൻ്റെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ അടിച്ചാൽ മതി. 9562223753. അതാണ് എൻ്റെ നമ്പർ. വാട്സപ്പ് ചെയ്താൽ എനിക്ക് എൻ്റെ നമ്പർ കിട്ടും. പിന്നെ ഒരുപാട് സോങ്ങുകൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുലപതിയായ നമ്മുടെ ജയവിജയന്മാരിൽ മനോജ് കെ ജയൻ്റെ അച്ഛൻ ഇപ്പോൾ ഈ അടുത്തിടക്ക് മരിച്ചു പോയില്ല, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. അദ്ദേഹം ലാസ്റ്റ് പാടിയത് എൻ്റെ ഗാനമാണ്. ഞാൻ രചന സംഗീതവും നൽകിയ ഒരു അയ്യപ്പ ഭക്തിഗാനം എൻ്റെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ഗാനമാണ്. ഇപ്പം ഇനി വേറെ ഗാനങ്ങൾ ഒരു അയ്യപ്പ ഭക്തിഗാനം ഇപ്പോൾ പുതിയത് വരാമോ, അത് ഇതാണ് ഗാനം. അദ്ദേഹം പാടിയതാണ്. 18 പടി കയറാൻ പലവട്ടം തുനിഞ്ഞു ഞാൻ, ഇതുവരെ കഴിഞ്ഞില്ല ഭഗവാനേ. അതാണ്, അങ്ങനെ തുടങ്ങുന്ന ഗാനമാണ്. ഇപ്പോൾ പുതിയ പാട്ട് മമലമണി കണ്ട മനസ്സിലൻ നീ അയ്യ, അടിയൻ്റെ മനസ്സിലൻ ശബരിമല, തുമ്പിക്കൈ ഗണപതിയെ ആറുമുഖനെയും കുമ്പിടുന്നേ ഞങ്ങൾ കൈതൊഴുന്നേ. അങ്ങനെ കൊണ്ടുവന്ന ഗാനമാണ്. പിന്നെ ഒരു മാപ്പിളപ്പാട്ടുണ്ട് തട്ടം, അത് നമ്മുടെ മിന്നൽ നസീറാണ് പാടുന്നത് അവിടെ നാട്ടിൽ ചെന്ന. പിന്നെ ഒരു ക്രിസ്തീയ ഭക്തിഗാനം, അതൊക്കെ എന്തായാലും യൂട്യൂബിലടിച്ച് കാണണം. TV 24/7 വന്ന് ഇത്രയും നേരം സഹകരിച്ചതിൽ ഒരുപാട് നന്ദി. വീണ്ടും ഓരോ വരവിലും നമുക്ക് കാണണം.
തീർച്ചയായിട്ടും ഇത് നമ്മുടെ അതാണ് ഗൾഫിലുള്ള എല്ലാവർക്കും താങ്കളെ വലിയ ഇഷ്ടമാണ്. അപ്പം ആ ഇഷ്ടങ്ങൾ തന്നെയാണ് നമ്മുടെ കലാകാരനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് നയിക്കുന്നത്. അതെ. അപ്പം പുതിയ പുതിയ സിനിമകൾ വരട്ടെ, നല്ല സിനിമകൾ താങ്കളിലൂടെ ജനിക്കട്ടെ, വീണ്ടും നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. തീർച്ചയായിട്ടും.